Once again, welcome back to my YouTube channel. English സംസാരിക്കാൻ ഒട്ടും അറിയാൻ മേലാത്തവർക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡെയിലി യൂസ് സെൻറ്റൻസസ് ആണ് ഇന്നും നമ്മൾ നോക്കുന്നത്. സോ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നിനക്ക് ഉടനെ അത് ശീലമായിക്കോളും എന്ന് പറയണം. എന്തെങ്കിലും ശീലമാവുക എന്ന് പറയുന്നത് ഗെറ്റ് യൂസ് ടു ഇറ്റ് എന്നാണ്. സോ യു വിൽ സൂൺ ഗെറ്റ് യൂസ് ടു ഇറ്റ് എന്ന് പറഞ്ഞാൽ നിനക്ക് ഉടനെ അത് ശീലമായിക്കോളും എന്നുള്ള അർത്ഥമാണ്. സൂൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്നാണ് മീനിങ്. യു വിൽ സൂൺ ഗെറ്റ് യൂസ് ടു ഇറ്റ്. ഇനി അവന് വൈകി ജോലി ചെയ്യുന്നത് ശീലമായി. അതെങ്ങനെ പറയും? ഹി ഈസ് യൂസ് ടു വർക്കിംഗ് ലേറ്റ്. ഹി ഈസ് യൂസ് ടു വർക്കിംഗ് ലേറ്റ്. വർക്ക് ലേറ്റ് എന്ന് പറഞ്ഞാൽ വൈകി ജോലി ചെയ്യുക എന്നാണ്. സോ അവന് വൈകി ജോലി ചെയ്യുന്നത് ശീലമായി എന്ന് പറയാനാണ് ഹി ഈസ് യൂസ് ടു വർക്കിംഗ് ലേറ്റ്. ഇനി അടുത്തത് അവൾ പോയിട്ടുണ്ടാകണം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടാകണം എന്ന് പറയണമെങ്കിൽ അവിടെ മസ്റ്റ് ഹാവ് പ്ലസ് V3 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ പോവുക എന്നുള്ളത് ഗോയാണ്, അതിൻ്റെ V3 ഫോം ഗോൺ ആണ്. സോ ഷീ മസ്റ്റ് ഹാവ് ഗോൺ എന്ന് പറഞ്ഞാൽ അവൾ പോയിട്ടുണ്ടാകണം എന്നാണ് മീനിങ്. അല്ലെങ്കിൽ അവൾ അത് വാങ്ങിച്ചിട്ടുണ്ടാകണം. അതെങ്ങനെ പറയും? ഷീ മസ്റ്റ് ഹാവ് ബോട്ട് ഇറ്റ്. ഷീ മസ്റ്റ് ഹാവ് ബോട്ട് ഇറ്റ്. ബൈ എന്നുള്ളതിൻ്റെ V3 ഫോമാണ് ബോട്ട്. സോ ഷീ മസ്റ്റ് ഹാവ് ബോട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ അവൾ അത് വാങ്ങിച്ചിട്ടുണ്ടാകണം എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത് അത് എനിക്ക് നിർബന്ധമാണ്. അതെങ്ങനെ പറയും? ഇറ്റ്സ് എ മസ്റ്റ് ഫോർ മീ. മസ്റ്റ് എന്ന് പറഞ്ഞാൽ വേണ്ടതാകുന്നു എന്നുള്ള അർത്ഥമാണ്. സോ ഇറ്റ്സ് എ മസ്റ്റ് ഫോർ മീ എന്ന് പറഞ്ഞാൽ അതെനിക്ക് നിർബന്ധമായിട്ടും വേണ്ടതാണ് എന്നുള്ള അർത്ഥമാണ്. ഇനി അടുത്തത് അവനൊരു കാർ ഉണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഡസ് ഹി ഹാവ് എ കാർ. ഡസ് ഹി ഹാവ് എ കാർ. സോ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നമ്മൾ ഡസിൻ്റെ കൂടെയൊക്കെ ബേസ് ഫോം ഓഫ് ദ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഉണ്ട് എന്ന് പറയുന്നത് ഹാവ് എന്നാണ്, അതാണ് ബേസ് ഫോം, അല്ലാതെ ഹാസ് അല്ല. സോ ഡസ് ഹി ഹാസ് എ കാർ എന്ന് പറയുന്നത് തെറ്റാണ്. കറക്റ്റ് വേ എന്ന് പറയുന്നത് ഡസ് ഹി ഹാവ് എ കാർ എന്നുള്ളതാണ്. ഇനി അടുത്തത് എനിക്കത് ഇനി ചെയ്യാൻ കഴിയില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് ഐ കാൺട്ട് ഡു ഇറ്റ് എന്നാണ്. ഐ കാൺട്ട് ഡു ഇറ്റ്. ഇനി എന്ന് പറയണമെങ്കിൽ എനി ലോങ്ങർ എന്ന് പറയാം. സോ ഐ കാൺട്ട് ഡു ഇറ്റ് എനി ലോങ്ങർ എന്ന് പറഞ്ഞാൽ എനിക്കിനി അത് ചെയ്യാൻ കഴിയില്ല എന്നാണ് മീനിങ്. ഐ കാൺട്ട് ഡു ഇറ്റ് എനി ലോങ്ങർ. ഇനി അടുത്തത് എന്നെ തെറ്റിദ്ധരിക്കരുത്. സോ ഒന്നുകില്ല ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ എന്ന് പറയാം, ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ, അല്ലെങ്കിൽ ഡോണ്ട് ഗെറ്റ് മീ റോങ് എന്ന് പറയാം. ഡോണ്ട് ഗെറ്റ് മീ റോങ് രണ്ടിൻ്റെയും മീനിങ് എന്നെ തെറ്റിദ്ധരിക്കരുത് എന്നുള്ള അർത്ഥമാണ്. ഡോണ്ട് ഗെറ്റ് മീ റോങ് അല്ലെങ്കിൽ ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ഇനി അടുത്തത് ആർക്കാണത് അറിയാത്തത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഹൂ ഡസൻറ്റ് നോ അബൌട്ട് ഇറ്റ്. ഹൂ ഡസൻറ്റ് നോ അബൌട്ട് ഇറ്റ്. അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് എന്നുള്ള അർത്ഥമാണ്. ഹൂ ഡസൻറ്റ് നോ എന്ന് പറഞ്ഞാൽ ആർക്കാണ് അറിയാത്തത് എന്നാണ് അർത്ഥം. ഹൂ ഡസൻറ്റ് നോ അബൌട്ട് ഇറ്റ്. ഇനി ഇതെല്ലാം എന്താണ് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വാട്ട്സ് ഓൾ ദിസ്. വാട്ട്സ് ഓൾ ദിസ്. ഓൾ ദിസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എന്നുള്ള അർത്ഥമാണ്. ഇതെല്ലാം എന്താണ് എന്ന് ചോദിക്കാനാണ് വാട്ട്സ് ഓൾ ദിസ്. ഇനി നമ്മൾ പറയത്തില്ലേ രാവിലെയായി. ഇതെങ്ങനെയാണ് പറയുന്നത്? ഇറ്റ്സ് മോർണിംഗ്. ഇറ്റ്സ് മോർണിംഗ്. മോർണിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ എന്നാണ്. സോ രാവിലെ ആയി എന്ന് പറയാനാണ് ഇറ്റ്സ് മോർണിംഗ്. ഇതേപോലെ തന്നെ വൈകുന്നേരമായി എന്ന് പറയണമെങ്കിലോ ഇറ്റ്സ് ഈവനിങ്. ഇറ്റ്സ് ഈവനിങ്. ഈവനിങ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം എന്നുള്ള അർത്ഥമാണ്. ഇനി നീ ഇത് കേട്ടിരിക്കണം അല്ലെങ്കിൽ നീ ഇത് കേട്ടിട്ടുണ്ടാകണം എന്ന് പറയണം. അതെങ്ങനെ പറയും? You must have heard about it. You must have heard about it. സോ ഇവിടെയും മസ്റ്റ് ഹാവിൻ്റെ കൂടെ V3 ഫോം വേണം. ഹിയറിൻ്റെ V3 ഫോമാണ് ഹേർഡ്. യു മസ്റ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ഇറ്റ്. അതായത് നീ അതിനെക്കുറിച്ച് കേട്ടിരിക്കണം അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാകണം എന്നുള്ള അർത്ഥമാണ്. അടുത്തത് എനിക്ക് ഇനിയും സഹിക്കാൻ കഴിയില്ല. അതെങ്ങനെ പറയും? ഐ കാൺട്ട് ബെയർ ഇറ്റ് എനി ലോങ്ങർ. ഐ കാൺട്ട് ബെയർ ഇറ്റ്
എനി ലോങ്ങർ. ബെയർ എന്ന് പറഞ്ഞാൽ സഹിക്കുക എന്നുള്ള അർത്ഥമാണ്. സോ ഐ കാൺ ബെയർ ഇറ്റ് എനി ലോങ്ങർ എന്ന് പറഞ്ഞാൽ എനിക്കിനിയും സഹിക്കാൻ കഴിയില്ല എന്നാണ്. എനി ലോങ്ങർ എന്ന് പറഞ്ഞാൽ ഇനിയും എന്നുള്ള അർത്ഥമാണ്. ഇനി നമ്മൾ എന്തെങ്കിലും പറയുമ്പം അത് എത്ര നന്നായിരിക്കും എന്ന് പറയാറുണ്ടല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് പറയുന്നത്? ഹൗ ഗുഡ് ദാറ്റ് വുഡ് ബി. ഹൗ ഗുഡ് ദാറ്റ് വുഡ് ബി, അതായത് അത് എത്ര നന്നായിരിക്കും എന്നുള്ള അർത്ഥമാണ്. ഹൗ ഗുഡ് എന്ന് പറഞ്ഞാൽ എത്ര നല്ലത് എന്നുള്ള അർത്ഥമാണ്. സോ അത് എത്ര നന്നായിരിക്കും എന്ന് പറയാനാണ് ഹൗ ഗുഡ് ദാറ്റ് വുഡ് ബി. ഇനി അത് മേശപ്പുറത്ത് നിന്ന് നീക്കുക എന്ന് പറയണം. അതെങ്ങനെ പറയും? മൂവ് ഇറ്റ് ഓഫ് ദ ടേബിൾ. മൂവ് ഇറ്റ് ഓഫ് ദ ടേബിൾ. ഓഫ് ദ ടേബിൾ എന്ന് പറഞ്ഞാൽ മേശപ്പുറത്ത് നിന്ന് എന്നുള്ള അർത്ഥമാണ്. സോ അത് മേശപ്പുറത്ത് നിന്ന് നീക്കുക എന്ന് പറയാനാണ് മൂവ് ഇറ്റ് ഓഫ് ദ ടേബിൾ. ഇനി നമ്മളിപ്പം എന്തെങ്കിലും കണ്ടിട്ട് അതിനെക്കുറിച്ച് പറയത്തില്ലേ, അതായത് നിന്നെ കണ്ടിട്ട് ആത്മവിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു. അതെങ്ങനെ പറയും? യു ലുക്ക് കോൺഫിഡൻറ്റ്. യു ലുക്ക് കോൺഫിഡൻറ്റ്. കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസമുള്ള എന്നുള്ള അർത്ഥമാണ്. സോ നിന്നെ കണ്ടിട്ട് ആത്മവിശ്വാസമുള്ളതായിട്ട് തോന്നുന്നു എന്ന് പറയാനാണ് യു ലുക്ക് കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞത്. ഇനി അവനെ കണ്ടിട്ട് അവന് ക്ഷീണമുള്ളതായിട്ട് തോന്നുന്നു. അതെങ്ങനെ പറയും? ഹി ലുക്സ് ടയേർഡ്. ഹി ലുക്സ് ടയേർഡ്. ഇവിടെ ഹി സിംഗുലർ ആയതുകൊണ്ടാണ് വേർബിനെയും സിംഗുലർ ആക്കാൻ എസ് ആഡ് ചെയ്തത്. ഹി ലുക്സ് ടയേർഡ്. ടയേർഡ് എന്ന് പറഞ്ഞാൽ ക്ഷീണം എന്നുള്ള അർത്ഥമാണ്. സോ നമ്മൾ കണ്ടുകൊണ്ട് എന്തെങ്കിലും പറയുവാണെങ്കിൽ അവിടെ ലുക്ക് വെച്ചിട്ട് പറയും. ഇനി എന്തെങ്കിലും കേട്ടിട്ട് അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ, അതായത് അത് കേട്ടിട്ട് സത്യമാണെന്ന് തോന്നുന്നില്ല, അതെങ്ങനെ പറയും? ഇറ്റ് ഡസൻറ്റ് സൗണ്ട് ട്രൂ. ഇറ്റ് ഡസൻറ്റ് സൗണ്ട് ട്രൂ. അതായത് അത് കേട്ടിട്ട് സത്യമാണെന്ന് തോന്നുന്നില്ല എന്നാണ് മീനിങ്. സൗണ്ട് ട്രൂ എന്ന് പറഞ്ഞാൽ സത്യമാണെന്ന് തോന്നുക എന്നുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ ഇതൊരു ചോദ്യമായിട്ട് ചോദിക്കണം. അതായത് അത് സത്യമാണെന്ന് നിനക്ക് കേട്ടിട്ട് തോന്നുന്നുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഡസ് ഇറ്റ് സൗണ്ട് ട്രൂ. ഡസ് ഇറ്റ് സൗണ്ട് ട്രൂ. അത് കേട്ടിട്ട് നിനക്ക് സത്യമാണെന്ന് തോന്നുന്നുണ്ടോ എന്നാണ് മീനിങ്. അല്ലെങ്കിൽ അത് കേട്ടിട്ട് നല്ലതായിട്ട് തോന്നുന്നില്ല, അതെങ്ങനെ പറയും? ഇറ്റ് ഡസൻറ്റ് സൗണ്ട് ഗുഡ്. ഇറ്റ് ഡസൻറ്റ് സൗണ്ട് ഗുഡ്. അതായത് അത് കേട്ടിട്ട് നല്ലതായിട്ട് തോന്നുന്നില്ല എന്നുള്ള അർത്ഥമാണ്. ഇനി അവൻ പറയുന്നത് കേട്ടിട്ട് അവൻ ആശയക്കുഴപ്പത്തിലാണെന്ന് തോന്നുന്നു. അതെങ്ങനെ പറയും? ഹി സൗണ്ട്സ് കൺഫ്യൂസ്ഡ്. ഹി സൗണ്ട്സ് കൺഫ്യൂസ്ഡ്. കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പത്തിൽ എന്നുള്ള അർത്ഥമാണ്. ഇനി നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പം വൈകരുത് എന്ന് പറയുമ്പോൾ നമ്മൾ പറയത്തില്ല, ഞാൻ അധികം വൈകില്ല, അല്ലെങ്കിൽ ഞാൻ അധികം സമയം എടുക്കില്ല. അതെങ്ങനെ പറയും? ഐ വോണ്ട് ബി ലോങ്. ഐ വോണ്ട് ബി ലോങ്. അതായത് ഞാൻ വരാൻ ലേറ്റ് ആകത്തില്ല എന്നുള്ള അർത്ഥമാണ്. ഐ വോണ്ട് ബി ലോങ്. ഇനി നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ മിക്കപ്പോഴും എന്ന് നമ്മൾ പറയാറില്ലേ, അതെങ്ങനെയാണ് പറയുന്നത്? മോസ്റ്റ് ഓഫ് ദ ടൈം. മോസ്റ്റ് ഓഫ് ദ ടൈം. മോസ്റ്റ് ഓഫ് ദ ടൈം എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും എന്നുള്ള അർത്ഥമാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം. ഇനി എന്തെങ്കിലും കാര്യം ഒന്ന് നോക്കാവോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ, ഞാൻ അതൊന്ന് പരിശോധിക്കട്ടെ. അതെങ്ങനെ പറയും? ലെറ്റ് മീ ചെക്ക്. ലെറ്റ് മീ ചെക്ക്. ചെക്ക് എന്ന് പറഞ്ഞാൽ പരിശോധിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇനി എന്തിനെക്കുറിച്ചെങ്കിലുമൊക്കെ അഭിപ്രായം പറയാൻ നേരത്ത് നിനക്ക് ആവശ്യമുള്ള അത്രയും സമയം നീ എടുത്തു എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. അതെങ്ങനെയാണ് പറയുന്നത്? ടേക്ക് യുവർ ടൈം. ടേക്ക് യുവർ ടൈം. അതായത് നിനക്ക് ആവശ്യമുള്ള അത്രയും സമയം എടുത്തു എന്നുള്ള അർത്ഥമാണ്. ടേക്ക് യുവർ ടൈം. ഇനി അടുത്തത്, ഞാൻ വേറൊരെണ്ണം എടുത്തോളാം എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ വിൽ ടേക്ക് അനദർ വൺ. ഐ വിൽ ടേക്ക് അനദർ വൺ. അനദർ വൺ എന്ന് പറഞ്ഞാൽ വേറൊരെണ്ണം എന്നുള്ള അർത്ഥമാണ്. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക. സോ ഞാൻ വേറൊരെണ്ണം എടുത്തോളാം എന്ന് പറയാനാണ് ഐ വിൽ ടേക്ക് അനദർ വൺ. ഇനി ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ തിങ്ക് അബൌട്ട് ഇറ്റ് ഓൾ ദ ടൈം. ഐ തിങ്ക് അബൌട്ട് ഇറ്റ് ഓൾ ദ ടൈം. ഓൾ ദ ടൈം എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയവും എന്നുള്ള അർത്ഥമാണ്. ഐ തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്നാണ്. സോ ഞാൻ മുഴുവൻ സമയവും അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്ന് പറയാനാണ് ഐ തിങ്ക് അബൌട്ട് ഇറ്റ് ഓൾ ദ ടൈം. ഇനി അത് മതിയോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? മതി എന്ന് പറയുന്നത് ഇനഫ് എന്നാണ്. സോ അത് മതിയോ എന്നെങ്ങനെ ചോദിക്കും? ഈസ് ദാറ്റ് ഇനഫ്? ഈസ് ദാറ്റ് ഇനഫ് എന്ന് പറഞ്ഞാൽ അത് മതിയോ എന്നാണ് അർത്ഥം. ഇനി അത് മതിയില്ലേ എന്ന് ചോദിക്കണമെങ്കിലോ?
ഈസ് മാറ്റി ഇസിൻ്റ് ആക്കുക. സോ ഇസിൻ ദാറ്റ് ഇനഫ് എന്ന് ചോദിച്ചാൽ അത് മതിയില്ലേ എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ അത് പോരെ എന്നുള്ള അർത്ഥമാണ്. ഇസിൻ ദാറ്റ് ഇനഫ്. ഇനി എന്തെങ്കിലും ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചോദിക്കത്തില്ല ആ ശബ്ദം എന്താണ്, അതെങ്ങനെ ചോദിക്കും? വാട്ട്സ് ദാറ്റ് നോയിസ്, വാട്ട്സ് ദാറ്റ് നോയിസ്. നോയിസ് എന്ന് പറഞ്ഞാൽ ശബ്ദം എന്നുള്ള അർത്ഥമാണ്. സോ ആ ശബ്ദം എന്താണ് എന്ന് ചോദിക്കാനാണ് വാട്ട്സ് ദാറ്റ് നോയിസ്. ഇനി അത് വളരെ നല്ലതായിരിക്കും എന്ന് പറയണം. അതെങ്ങനെ പറയും? ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്, ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. അതായത് അത് വളരെ നല്ലതായിരിക്കും എന്നാണ് മീനിങ്. ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. ഇനി എനിക്ക് അത് ശരിക്കും ഉറപ്പില്ല എന്ന് പറയണം. ഐ എം നോട്ട് റിയലി ഷുവർ, ഐ എം നോട്ട് റിയലി ഷുവർ. ഷുവർ എന്ന് പറഞ്ഞാൽ ഉറപ്പ് എന്നുള്ളതാണ്. സോ ഐ എം നോട്ട് റിയലി ഷുവർ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് ശരിക്കും ഉറപ്പില്ല എന്നാണ് മീനിങ്. ഇനി അടുത്തത് അഭിനയിക്കുന്നത് നിർത്തുക എന്ന് പറയണം. അഭിനയിക്കുക എന്ന് പറയുന്നത് പ്രിറ്റൻഡ് എന്നാണ്. സോ അഭിനയിക്കുന്നത് നിർത്തുക എന്ന് പറയാൻ സ്റ്റോപ്പ് പ്രിറ്റൻഡിങ്, സ്റ്റോപ്പ് പ്രിറ്റൻഡിങ്. എപ്പോഴും ഓർക്കുക, ഈ സ്റ്റോപ്പിൻ്റെ കൂടെ വരുന്ന വേർബ് ING ഫോമിലായിരിക്കണം. ഇപ്പം അവളെ കളിയാക്കുന്നത് നിർത്തുക, കളിയാക്കുക എന്ന് പറയുന്നത് ടീസ് എന്നാണ്. അപ്പോൾ അവളെ കളിയാക്കുന്നത് നിർത്തുക എന്നെങ്ങനെ പറയും? സ്റ്റോപ്പ് ടീസിങ് ഹെർ, സ്റ്റോപ്പ് ടീസിങ് ഹെർ. ഇനി അടുത്തത് ഞാൻ കേൾക്കുകയാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ആം ലിസ്ണിങ്, ഐ ആം ലിസ്ണിങ്. ലിസ്ണിങ് എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നുള്ള അർത്ഥമാണ്. ഇനി ഇത് തന്നെ നമുക്ക് പറയാൻ വേറൊരു ഫ്രേസ് യൂസ് ചെയ്യാം. ഐ ആം ഓൾ ഇയേഴ്സ്, ഐ ആം ഓൾ ഇയേഴ്സ്. അതായത് ഞാൻ നീ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുകയാണ് എന്നുള്ള അർത്ഥമാണ്. ഐ ആം ഓൾ ഇയേഴ്സ്. ഇനി അടുത്തത് നഗ്നപാതനായി, അതായത് കാലിൽ ചെരുപ്പിടാതെ നടക്കരുത് എന്ന് പറയണം. നഗ്നപാതനായി നടക്കുക എന്ന് പറയുന്നത് ബെയർ ഫൂട്ട് എന്നാണ്. സോ ഡോണ്ട് വാക്ക് ബെയർ ഫൂട്ട് എന്ന് പറഞ്ഞാൽ നഗ്നപാതനായി നടക്കരുത് എന്നുള്ള അർത്ഥമാണ്. ഡോണ്ട് വാക്ക് ബെയർ ഫൂട്ട്. ഇനി അടുത്തത് അത് വളരെ രസകരമാണ്. അതെങ്ങനെ പറയും? ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്, ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ രസകരം എന്നുള്ള അർത്ഥമാണ്. ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇനി അടുത്തത് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. അതെങ്ങനെ പറയും? ഇറ്റ്സ് നോ യൂസ് കംപ്ലെയിനിങ്, ഇറ്റ്സ് നോ യൂസ് കംപ്ലെയിനിങ്. നോ യൂസ് എന്ന് പറഞ്ഞാൽ പ്രയോജനമില്ല അല്ലെങ്കിൽ കാര്യമില്ല എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇറ്റ്സ് നോ യൂസ് കംപ്ലെയിനിങ്. ഇനി അടുത്തത് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യമായിരുന്നു അത്. അതെങ്ങനെ പറയും? ഇറ്റ് വാസ് ദ ലീസ്റ്റ് ഐ കുഡ് ഡു, ഇറ്റ് വാസ് ദ ലീസ്റ്റ് ഐ കുഡ് ഡു. ഐ കുഡ് ഡു എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള അർത്ഥമാണ്. ഇറ്റ് വാസ് ദ ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ കാര്യം എന്നുള്ള അർത്ഥമാണ്. ഇറ്റ് വാസ് ദ ലീസ്റ്റ് ഐ കുഡ് ഡു. നീ എൻ്റെ സമയം കളയുകയാണ്. യു ആർ വേസ്റ്റിംഗ് മൈ ടൈം, യു ആർ വേസ്റ്റിംഗ് മൈ ടൈം. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കളയുക എന്നുള്ള അർത്ഥമാണ്. സോ നീ എൻ്റെ സമയം പാഴാക്കുകയാണ് എന്ന് പറയാനാണ് യു ആർ വേസ്റ്റിംഗ് മൈ ടൈം. ഇനി അടുത്തത് നിനക്ക് നാണമില്ലേ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? അതെങ്ങനെ ചോദിക്കും? അറിൻറ്റ് യു അഷെയിംഡ്, അറിൻറ്റ് യു അഷെയിംഡ്. അഷെയിംഡ് എന്ന് പറഞ്ഞാൽ ലജ്ജിച്ച എന്നുള്ള അർത്ഥമാണ്. സോ അറിൻറ്റ് യു അഷെയിംഡ് എന്ന് ചോദിച്ചാൽ നിനക്ക് നാണമില്ലേ എന്നാണ് മീനിങ്. ഇനി അടുത്ത സെൻറ്റൻസ്, ഇതിനായിട്ട് ഞാൻ ഒരുപാട് പണം പാഴാക്കിയിട്ടുണ്ട് എന്ന് പറയണം. സോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ ഹാവ് പ്ലസ് V3 ഫോമാണ്. സോ പാഴാക്കുക എന്ന് പറയുന്നത് വേസ്റ്റ് ആണ്. സോ ഹാവിൻ്റെ കൂടെ വേസ്റ്റഡ് എന്ന് വരും. സോ ഐ ഹാവ് വേസ്റ്റഡ് എ ലോട്ട് ഓഫ് മണി ഓൺ ദിസ്, ഐ ഹാവ് വേസ്റ്റഡ് എ ലോട്ട് ഓഫ് മണി ഓൺ ദിസ്. എ ലോട്ട് ഓഫ് മണി എന്ന് പറഞ്ഞാൽ ഒരുപാട് പണം എന്നുള്ള അർത്ഥമാണ്. ഓൺ ദിസ് എന്ന് പറഞ്ഞാൽ ഇതിനായിട്ട് എന്നുള്ള അർത്ഥമാണ്. ഐ ഹാവ് വേസ്റ്റഡ് എ ലോട്ട് ഓഫ് മണി ഓൺ ദിസ്. ഇനി അടുത്തത് അവൾ എന്നെ വിളിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാനത് അറിയുമായിരുന്നില്ല എന്ന് പറയണം. അവൾ എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ എന്നെങ്ങനെ പറയും? ഇഫ് ഷീ ഹാഡിൻറ്റ് കോൾഡ് മീ, ഇഫ് ഷീ ഹാഡിൻറ്റ് കോൾഡ് മീ. ഞാൻ അറിയുമായിരുന്നില്ല എന്നെങ്ങനെ പറയും? ഐ വുഡിൻറ്റ് ഹാവ് നോൺ. സോ ഇഫ് ഷീ ഹാഡിൻറ്റ് കോൾഡ് മീ ഐ വുഡിൻറ്റ് ഹാവ് നോൺ എന്ന് പറഞ്ഞാൽ അവൾ എന്നെ വിളിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാനത് അറിയുമായിരുന്നില്ല എന്നുള്ള മീനിങ് ആണ്. ഇഫ് ഷീ ഹാഡിൻറ്റ് കോൾഡ് മീ ഐ വുഡിൻറ്റ് ഹാവ് നോൺ.
ഇനി ഈ കുട്ടികളൊക്കെ ബുക്ക് തല തിരിച്ച് പിടിക്കുമ്പോൾ നമ്മൾ പറയത്തില്ല, ബുക്ക് നേരെ പിടിക്കാൻ പറയത്തില്ലേ? അത് എങ്ങനെയാണ് പറയുന്നത്? ടേൺ ദ ബുക്ക് റൈറ്റ് സൈഡ് അപ്പ്. ടേൺ ദ ബുക്ക് റൈറ്റ് സൈഡ് അപ്പ്. അതായത് അത് നേരെ പിടിക്കുക, തല കീഴായിട്ട് വെക്കാതെ നേരെ പിടിക്കുക എന്നുള്ള അർത്ഥമാണ്. ടേൺ ദ ബുക്ക് റൈറ്റ് സൈഡ് അപ്പ്. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസസ് ആണിത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.